നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള RJD സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സിറ്റിംഗ് സീറ്റായ കൂത്തുപറമ്പ് PK പ്രവീൺ മത്സരിക്കും. കൽപ്പറ്റയിൽ PK അനിൽകുമാറും വടകരയിൽ MK ഭാസ്കരനും സ്ഥാനാർത്ഥികളാകും. സലിം മടവൂർ കൊടുവള്ളിയിൽ LDF സ്വതന്ത്രനായി മത്സരിക്കും. പാർട്ടിയിൽ വിഭാഗീയതയില്ലെന്നും ഒരാൾ പൊട്ടിത്തെറിച്ചാൽ പാർട്ടി പൊട്ടിത്തെറിച്ചെന്ന അർത്ഥമില്ലെന്നും MP ശ്രേയാംസ് കുമാർ പറഞ്ഞു. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് വെച്ചാൽ മണ്ഡലം കമ്മിറ്റി കൂടി മണ്ഡലം കമ്മിറ്റി വരുന്ന പേരുകൾ അതിൻ്റെ മേൽ കമ്മിറ്റി പരിഗണിച്ച് പാർലമെൻ്ററി ബോർഡിൽ വന്ന് പാർലമെൻ്ററി ബോർഡിൽ അത് അംഗീകരിച്ച് കേന്ദ്ര പാർലമെൻ്ററി ബോർഡാണ് ഈ സ്ഥാനാർത്ഥികളെ അംഗീകരിച്ചത്. അപ്രകാരം കൂത്തുപറമ്പിൽ PK പ്രവീൺ, കൽപ്പറ്റയിൽ PK അനിൽകുമാർ, വടകരയിൽ MK ഭാസ്കരൻ, ഇതാണ് സ്ഥാനാർത്ഥികൾ. അത് പൊട്ടിത്തെറിയല്ല, ഒരാളെ പൊട്ടിത്തെറിച്ചാൽ പാർട്ടി പൊട്ടിത്തെറിക്കൊന്നുമില്ല. അദ്ദേഹത്തെ ഈ പറഞ്ഞ ആളെ മലപ്പുറം ജില്ലാ സഭാപതി പാർട്ടി ജനറൽ സെക്രട്ടറിയാണ്. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയിരിക്കുന്ന ആ കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്തതാണ്. സമീർ C. മുഹമ്മദ് വീറുമായി. സമീർ, ആര് പൊട്ടിത്തെറിച്ച കാര്യമാണ് ശ്രേയാംസ് കുമാർ പറയുന്നത്? RJDയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചകളാണ് നടന്നിരുന്നത്. അതിനിടയിൽ 5 സീറ്റ് വേണം എന്നുള്ള ആവശ്യം സംസ്ഥാന ജനറൽ സെക്രട്ടറി സഭാ പുൽപ്പറ്റ ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെയല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പരസ്യമായി അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അതിൻ്റെ കൂടെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന പ്രസിഡന്റ് MP ശ്രേയാംസ് കുമാർ ഇന്ന് ഈ പ്രതികരണം നടത്തിയത്. അങ്ങനെ ഒരു വ്യക്തി പൊട്ടിത്തെറിച്ചു എന്നാൽ അത് പാർട്ടിയുടെ പൊട്ടിത്തെറിയല്ല, അത് ആ വ്യക്തിയുടെ മാത്രം പ്രശ്നമാണ്, അല്ലാതെ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളില്ല എന്നും MP ശ്രേയാംസ് കുമാർ വ്യക്തമാക്കി. മാത്രമല്ല സഭാ പുൽപ്പറ്റയെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തെ നീക്കം ചെയ്തു എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പാർട്ടിക്കകത്ത് 2 സ്വരങ്ങളില്ല, ഒരൊറ്റ സ്വരമേ ഉള്ളൂ എന്നും ഏകകണ്ഠമായാണ് ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടത്തിയത് എന്ന കാര്യം കൂടി MP ശ്രേയാംസ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. 3 മണ്ഡലങ്ങളിലാണ് RJD മത്സരിക്കുന്നത്. ആ 3 ഇടങ്ങളിലും ഇപ്പോൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 3 ഇടങ്ങളിലും ഇന്ന് തന്നെ പ്രചാരണ പരിപാടികൾ ആരംഭിക്കുമെന്ന കാര്യം MP ശ്രേയാംസ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. കൽപ്പറ്റയിൽ PK അനിൽകുമാറും അതുപോലെ വടകര MK ഭാസ്കരനുമാണ് മത്സരിക്കുന്നത്. അതുപോലെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കൂത്തുപറമ്പിൽ PK പ്രവീണാണ് അവിടെ മത്സരിക്കുക. KP മോഹൻ്റെ ബന്ധു കൂടിയായിട്ടുള്ള PK പ്രവീണും അവിടെ സജീവമായിട്ട് ഇടപെടുന്ന വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയുണ്ട്. ആ സീറ്റ് നിലനിർത്താൻ കഴിയും. അതുപോലെ തന്നെ മറ്റ് 2 സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ കൂടിയാണ് അവർ പങ്കുവെക്കുന്നത്. ഏതായാലും RJDയിൽ ഇപ്പോൾ ഈ അടുത്ത നാളിൽ ഉണ്ടായിട്ടുള്ള വലിയ വിമർശനങ്ങളും വലിയ പൊട്ടിത്തെറിയുമൊക്കെ താൽക്കാലികമായി അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സഭാ പുൽപ്പറ്റയെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നെല്ലാം നീക്കം ചെയ്തു എന്നും MP ശ്രേയാംസ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് സമീർ, ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് KP മോഹനൻ സിറ്റിംഗ് MLA ആയിരുന്ന ഈ പറയുന്ന കൂത്തുപറമ്പിൽ PK പ്രവീൺ വരുന്നു, അദ്ദേഹത്തിന്റെ തന്നെ ബന്ധു വരുന്നു. പക്ഷെ അവിടെ മറ്റൊരാൾ കൂടി അതിന് ആ സീറ്റിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാണ്. പ്രശാന്ത്, KP പ്രശാന്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു അവകാശവാദം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് കുറച്ച് താമസിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷമാണോ ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം? അങ്ങനെ അത്തരമൊരു വിഷയമുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൽപ്പറ്റയിലും ഇത്തരമൊരു വിഷയമുണ്ടായിരുന്നു. അവിടങ്ങളിൽ 3 പേര് വീതമാണ് ഉണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഉണ്ടായിരുന്നത്. അതിനേറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഈ വിഷയങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് പല വിധത്തിലുള്ള സെറ്റിൽമെന്റുകളൊക്കെ നടത്തിക്കൊണ്ട് ഈ 3 പേരിലേക്ക് മാത്രം ഓരോ മണ്ഡലങ്ങളിലും ഒരാളിലേക്ക് മാത്രം ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു വിഷയം വരുമ്പോൾ ഇനിയും ഒരുപക്ഷെ RJDക്കകത്ത് വിഷയങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരു സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സഭാ പുൽപ്പറ്റ ഉൾപ്പെടെയുള്ളവരെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് വലിയ അമർഷം രേഖപ്പെടുത്തുന്നുണ്ട്. അവർക്ക് പല പേരുകളും നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ കൂത്തുപറമ്പിൽ ഉണ്ടായിരുന്നതും അതുപോലെ തന്നെ ഈ ജുനൈദിന്റെ